ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷറഫുദ്ദീൻ നായകനായി നവാഗതനായ വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 23 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മധുവിധു. വിനായക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിനായക അജിത്ത് നിർമ്മിച്ച ഈ സിനിമ ചെറിയ ബജറ്റിൽ, അതായത് ഏകദേശം 4 കോടി റേഞ്ചിൽ പൂർത്തിയായ സിനിമ കൂടിയാണ്. സമീപകാലത്ത് വിനായക അജിത്ത് നിർമ്മിക്കുന്ന സിനിമകളെല്ലാം തന്നെ 5 കോടിക്ക് താഴെ മാത്രമാണ് ബഡ്ജറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ സിനിമകൾക്കെല്ലാം തന്നെ വലിയ കൈനഷ്ടമില്ലാതെ നിർമ്മാതാവിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. മധുവിധു എന്ന സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചിത്രം 5-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 34,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. 5 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 2,19,00,000 രൂപയുമാണ്. 5 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. സിനിമ 3,80,00,000 രൂപയാണ് ലോകമെമ്പാടുമായി 5 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ സിനിമയുടെ ബഡ്ജറ്റിന്റെ പകുതിയോളം, ഏകദേശം 1,90,00,000 തന്നെ ആദ്യ 5 ദിവസം കൊണ്ട് തന്നെ തിയേറ്റർ കളക്ഷനായി നിർമ്മാതാവിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സിനിമയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ OTT വിൽപ്പനയും പൂർത്തിയായിട്ടുണ്ട്. സോണി ലിവാണ് ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സി മ്യൂസിക് ആണ്. സിനിമയുടെ വിദേശത്തെ വിതരണാവകാശം നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്നത് ഫാൻസ് ഫിലിംസുമാണ്. ചുരുക്കി പറഞ്ഞാൽ ചെറിയ സിനിമയെടുത്ത് ചെറിയ വിജയം, അതായത് ബിസിനസ് ഉൾപ്പെടെ നേടിയെടുത്തിരിക്കുകയാണ് മധുവിധു എന്ന സിനിമ. എന്തായാലും വമ്പം ബഡ്ജറ്റിൽ വലിയ സിനിമകളെടുത്ത് 8 നിലയിൽ പൊട്ടി പാപ്പരാകുന്നതിന് പകരം ചെറിയ സിനിമകൾ എടുക്കുക എന്ന വിനായക അജിത്തിന്റെ തീരുമാനം മാതൃകാപരം തന്നെയാണ്. ഇനി കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന വാഴ 2, മോഹിനിയാട്ടം എന്നീ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ഈ 2 സിനിമകളും ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1 കോടിക്ക് താഴെ പോയ ദിവസം കൂടിയാണ്. ഏപ്രിൽ 2-ന് തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത വാഴ 2 4-ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 26 ദിവസമാണ് ഇന്നലെ പിന്നിട്ടത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 97 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 26 ദിവസം കൊണ്ട് 124,50,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അതേസമയം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് വളരെ മികച്ച സ്വീകാര്യത നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ തെലുങ്കിൽ 3,18,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 4-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച തെലുങ്ക് കളക്ഷനായി നേടിയെടുത്തത് 60 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തെലുങ്ക് പതിപ്പിൽ നിന്ന് മാത്രം 3,78,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഷെയറായി ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 1,85,00,000 രൂപയുമാണ്. സിനിമയുടെ തെലുങ്ക് പതിപ്പിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് 3,50,00,000 രൂപയാണ്. അതേസമയം വാഴ 2-ന്റെ 26 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. എങ്കിലും 228 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സൈജു ഗ്രൂപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി 50 കോടി ക്ലബിലേക്ക് കുതിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രം 18-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 82 ലക്ഷം രൂപയാണ്. അങ്ങനെ 18 ദിവസം കൊണ്ട് 22,50,00,000 രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 40 കോടി പോസ്റ്റർ ഔദ്യോഗികമായി പുറത്തു വന്നെങ്കിലും ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി 18 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 36 കോടി റേഞ്ചിലാണ്. വിഷു റിലീസായി ഏപ്രിൽ 15-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 20 ലക്ഷം രൂപയാണ്. 13 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 12,66,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 17,70,00,000 റേഞ്ചിലുമാണ്. പള്ളിച്ചട്ടമ്പിക്കൊപ്പം വിഷു റിലീസായി ഏപ്രിൽ 15-ന് തിയേറ്ററിലെ മറ്റൊരു മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,25,500 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 13 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 2,30,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,80,00,000 റേഞ്ചിലാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബുക്കിംഗ് ആരംഭിച്ച മലയാള സിനിമയാണ് പേട്രിയറ്റ്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. കേരളത്തിൽ ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ 64 ലക്ഷം, 2-ാമത്തെ മണിക്കൂറിൽ 85 ലക്ഷം, 3-ാമത്തെ മണിക്കൂറിൽ 1,20,00,000, 4-ാമത്തെ മണിക്കൂറിൽ 1,53,00,000. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 7 മണിക്കൂർ 45 മിനിറ്റ് പിന്നിടുമ്പോൾ കേരള പ്രീസെയിൽ കളക്ഷൻ 2,50,00,000 റേഞ്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 5,50,00,000 മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.